നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. യാഷ് ദയാലിൻ്റെ കാര്യത്തിൽ RCBക്ക് തെറ്റുപറ്റിയോ എന്ന് വ്യാപകമായിട്ടിപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയുണ്ട്. ഇന്നലെ അയാളുടെ ആൻറ്റിസിപ്പേറ്ററി ബെയില് പോക്സോ കോടതി തള്ളിയിരിക്കുകയാണ്. ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാവാം. ഇങ്ങനൊരു പോക്സോ കേസിൽ പെട്ടിരിക്കുന്ന ഒരു താരത്തെ എന്തിന് RCB റീറ്റെയിൻ ചെയ്തു എന്നുള്ള ചോദ്യമാണിപ്പോൾ വ്യാപകമായിട്ട് വരുന്നത്. ഏതായാലും ഇന്നലത്തെ ആ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട്, അതായത് ആൻറ്റിസിപ്പേറ്ററി ബെയിലുള്ള വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത നമുക്ക് നോക്കാം. അഭിഷേക് ത്രിപാഠി അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാഗ്രൻ ന്യൂസിൻ്റെ അഭിഷേക് ത്രിപാഠി റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്: ജയ്പൂരിലെ പോക്സോ കോടതി IPL പ്ലെയർ യാഷ് ദയാലിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളിയിരിക്കുകയാണ്. ഒരു മൈനറിനെ റേപ്പ് ചെയ്തു എന്നുള്ള കേസിൽ അദ്ദേഹം ചാർജ്ഡ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഹി ക്യാൻ നൗ ബി അറസ്റ്റഡ് അറ്റ് എനി ടൈം. ഏത് സമയത്തും അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. കോടതി പറയുന്നത്, ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ ദി അക്യൂസ്ഡ് അപ്പിയേഴ്സ് ടു ബി ഇൻവോൾവ് ഇൻ ദി ക്രൈം ആൻഡ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കനോട്ട് ബി ഗ്രാൻറ്റഡ്. ഇതുവരെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച് ഈ കുറ്റാരോപിതൻ, അതായത് യാഷ് ദയാൽ, ക്രൈം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാൻ പറ്റില്ല, റിജക്റ്റ് ചെയ്യുകയാണ് എന്ന് കോടതി പറഞ്ഞു. കൂടാതെ ഇപ്പോൾ ദി കേസ് അഗെയിൻസ്റ്റ് യാഷ് ദയാൽ ഹാസ് ബീൻ രജിസ്റ്റേർഡ് ബേസ്ഡ് ഓൺ കോൺവെർസേഷൻസ്, ഫോട്ടോസ്, വീഡിയോസ് ഇൻ ദി വിക്ടിംസ് മൊബൈൽ ആൻഡ് CDR. അപ്പോൾ ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അതായത് കോൺവെർസേഷൻസ്, അതുപോലെ തന്നെ ഫോട്ടോസ് അവൈലബിൾ ആണ്, പിന്നെ വീഡിയോസ് ഉണ്ട്, വിക്ടിമിൻ്റെ മൊബൈലിൽ നിന്ന് ഉള്ള വീഡിയോസ് അവൈലബിൾ ആണ്. ഇതൊക്കെ തെളിവായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ CDR കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഏത് നിമിഷവും അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ വ്യാപകമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ക്രിക്കറ്റ് പ്രേമികൾ RCBക്കെതിരെ രംഗത്ത് വരുന്നു. സ്റ്റിൽ ഹി വാസ് റീറ്റെയിൻഡ്, സ്റ്റേറ്റ് ഓഫ് ദാറ്റ് ഡിസ്ഗസ്റ്റിംഗ് ഫ്രാഞ്ചൈസ് എന്നാണ് പൊതുവെ ആളുകളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അപ്പം ഇനി ഇദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ കാര്യങ്ങൾ പുരോഗമിക്കുമെന്നനുസരിച്ചായിരിക്കും. പക്ഷേ RCB അയാളെ അടുത്ത സീസണിലേക്ക് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.